ഹലോ ഗായ്സ്, വെൽക്കം ടു ലിറ്റിൽ മഹ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ്. ലൈഫിൽ ഒരുപാട് നാൾ ആഗ്രഹിച്ചാണ് ഈ ദിവസം വരണേ എന്ന്. അറ്റ് ലാസ്റ്റ് അത് ഇന്നാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നൊരു കാര്യമാണ് സ്വന്തമായിട്ട് ഒരു ബൈക്ക് എടുക്കണമെന്ന്. അങ്ങനെ ഒരുപാട് അലങ്ങി പലപ്പോഴും നമുക്കത് കഴിഞ്ഞിരുന്നില്ല. കാരണം ജീവിതത്തിലെ പല അവസരങ്ങളിലും നമ്മുടെ കയ്യിൽ അത്രയും പൈസ കഴിഞ്ഞില്ല, കൂട്ടി വെച്ചിട്ടൊന്നും എത്തിയിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പം സാധിക്കും എന്ന് തോന്നി. ഇപ്പം അത് നടക്കാൻ പോവുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ആശിച്ച് കൊതിച്ച് കണ്ടുപിടിച്ച ബജാജ് ഡൊമിനാർ 400 എന്ന ബൈക്ക് നമ്മളിൽ നേടുവാൻ പോവുകയാണ്. ഈ ബൈക്കിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം അഡ്വഞ്ചറും ടൂറിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ചെറിയ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ടൂറിങ്ങിനാണ് ഇമ്പോർട്ടൻസ് തോന്നിയത്. ഈ ഇരിക്കുന്ന മുതൽ ഇതിനെല്ലാം പറ്റിയതാണ്. 400 cc അല്ലാത്തവ 373 ടു ബി പ്രിസൈസ് എൻജിൻ CC ഉള്ള ഈ വണ്ടി നമുക്ക് ക്രൂസിങ്ങിനും ടൂറിങ്ങിനും അഡ്വഞ്ചർ പേർപ്പസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മുതലാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുക്കാനും കാരണം. അതുപോലെ റിലയബിലിറ്റിയുടെ കാര്യത്തിലായാലും നമുക്ക് വളരെ വിശ്വസിക്കാം. ഇത് സത്യം പറഞ്ഞാൽ ബജാജ് കൊട്ടാരക്കര ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ എടുത്തത്. ഏകദേശം ഒരു 272 റേറ്റൊക്കെ വരും നമുക്കിപ്പോൾ ഓൺ റോഡ് വരുമ്പോഴത്തേനും തന്നെ. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന ടാക്സ് ആണ് അതിൽ ഏറെ മുക്കാൽ ഭാഗവും. വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് നോക്കിയാൽ സത്യം പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വളരെ കുറവാണ്. വണ്ടിയിൽ സത്യം പറഞ്ഞാൽ കയറിയിരുന്നപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. അതൊന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയത് ചിഞ്ചുവായിരുന്നു. അതിൻ്റെ സൗണ്ട് കേട്ട് വളരെ പെക്യുലിയർ ആയിട്ടുള്ളൊരു സൗണ്ടാണ് കേട്ടോ. അവിടെ വളരെ നല്ല മുഴക്കമൊക്കെയുള്ള നല്ലൊരു എക്സോസ്റ്റ് നോട്ടാണ് ഡൊമിനാർ 400 ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും മാർക്കറ്റിൽ ആ ഒരു പവർ കാണിച്ച് നിൽക്കാൻ ഡൊമിനാറിന് പറ്റുന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഫാൻ ബേസ് ഉണ്ടായിട്ട് തന്നെയാണ്. നിങ്ങൾ ഈ വണ്ടിയിൽ കാണുന്ന ഫ്രണ്ട് ഷീൽഡും നക്കിൾ ഗാർഡും അതുപോലെ തന്നെ ബാക്കിലെ സംഭവങ്ങളും എല്ലാം ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതൊന്നും എക്സ്ട്രാ പിടിപ്പിച്ചതല്ല. ഇതെല്ലാം കമ്പനി നമുക്കായിട്ട് തരുന്ന സാധനങ്ങളാണ്. അതായത് വണ്ടി ഇറക്കുമ്പോൾ തന്നെ വണ്ടി ഒരു ടൂറിംഗ് റെഡി മെഷീനായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഇനിയിപ്പം എനിക്ക് പോകാനുള്ളത് വലിയൊരു ട്രിപ്പാണ്. അടുത്ത വീഡിയോ വരുന്നവരെ കാണാം.